ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ മിഷൻസിന്റെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 15-ാമത്തെ അധ്യായം, 20-ാമത്തെ സെഷൻ, മാത്യു ചാപ്റ്റർ 15. ഇതിനൊരു തലക്കെട്ട് കൊടുത്താൽ പാരമ്പര്യവും ദൈവവചനവും എന്ന് വേണേൽ ഒരു തലക്കെട്ട് കൊടുക്കാം. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനകത്തൊരു അടിസ്ഥാന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും മനുഷ്യ പാരമ്പര്യങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമ്മളെല്ലാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണെങ്കിലും പാരമ്പര്യം കയറി വരുവാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇത് നമുക്ക് ഒരു കൂട്ടർക്കുള്ളതാണ്, മറ്റുള്ള കൂട്ടർക്കുള്ളതല്ല എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇത് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ഒന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് 15-ാമത്തെ അധ്യായത്തിൽ പല കാര്യങ്ങൾ യേശു കർത്താവ് ഇതിനകത്ത് ചെയ്ത കാര്യങ്ങളോ അത്ഭുതങ്ങൾ ചെയ്ത കാര്യങ്ങളോ ഒക്കെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കനാന്യ സ്ത്രീയെ മായിട്ടുള്ള ഒരു വലിയ ഒരു സംഭാഷണമുണ്ട്. അവിടെ മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ ചില ഭാഗങ്ങൾ, അതൊക്കെ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചെന്നും പ്രത്യേകിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, പാരമ്പര്യവും ദൈവവചനവുമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ അതിനെ എങ്ങനെ കാണണമെന്നും കൂടെ നമുക്കിന്ന് ഒരുമിച്ച് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് ഈ ലോകത്തിലൊരു സമാധാനം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ജോലിയുടെ ആശങ്കകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് എവിടെയായാലും, ലോകത്തിൽ എവിടെയാണെങ്കിലും സേഫ് ആണെന്ന് ഒരിക്കലും പറയാനൊക്കത്തില്ല. കാരണം എല്ലാം ഇന്റർകണക്റ്റഡ് ആണ് ഈ ഗ്ലോബലൈസേഷനിൽ. അപ്പോൾ ദൈവം നമുക്ക് എല്ലാവർക്കും വരുന്ന ദിവസങ്ങളിൽ അവൻ്റെ വരവിനായി ഒരുങ്ങുവാനും ഒരു സമയം, ഒരു അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സെഷനിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ 1-ാമത്തെ അധ്യായത്തിലുണ്ട്. വാട്ട് ഇസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്? പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1:14 മുതൽ 18 വരെ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർ വഴിയാക്കുവീൻ. അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ, ഈ അധ്യായം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ, ബാഹ്യമായ ചടങ്ങുകളല്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണെന്നുള്ളത് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. അപ്പൊ ഇങ്ങനെ കർത്താവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലും യേശു കർത്താവ് പറയുന്നത്. 2 വാക്കുകൾ ഞാൻ പറഞ്ഞു, പാരമ്പര്യവും ദൈവവചനവും. അപ്പൊ ആദ്യം ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറയാൻ ആഗ്രഹിക്കുന്നു. നോട്ട് ഓൾ ട്രഡിഷൻ ഇസ് ബാഡ്, അല്ലെ? എല്ലാ പാരമ്പര്യങ്ങളും തെറ്റാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പത്രോസും ഒക്കെ പറയുന്നവരുണ്ട്, വ്യർത്ഥ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, വെയിൻ ട്രഡിഷൻസ്, അല്ലെ? എന്നാൽ അതേപോലെ തന്നെ ദ ബൈബിൾ ഓൾസോ എംഫസൈസസ് ഓൺ ഗുഡ് ട്രഡിഷൻസ്, നല്ല പാരമ്പര്യങ്ങളും ട്രഡിഷൻ. അപ്പൊ ഈ പാരമ്പര്യം എന്ന് പറയുന്ന വാക്ക് ഒരു തെറ്റായ വാക്കല്ല, ഒരു മോശമായ വാക്കല്ല. പലപ്പോഴും നമ്മളത് എപ്പോഴും നെഗറ്റീവ് കോണറ്റേഷനിൽ ഉപയോഗിക്കുന്നവരാ, അല്ലേ? പാരമ്പര്യം അത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് നെഗറ്റീവ്. എന്നാൽ വ്യർത്ഥ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്, വെയിൻ ട്രഡിഷൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതൊന്ന് തിരിച്ചറിയുവാൻ വേണ്ടി എങ്ങനെയാണ് ഒന്ന് കാണുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. വാട്ട് ഇസ് ഗുഡ് ട്രഡിഷൻ? നല്ല പാരമ്പര്യങ്ങൾ എന്താണ്? ദൈവവചനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ല പാരമ്പര്യങ്ങൾ. വ്യർത്ഥ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വ്യർത്ഥ പാരമ്പര്യങ്ങളുടെ പ്രത്യേകത. നല്ല പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് നമ്മളെ ചൂണ്ടുന്നതാണ് നല്ല പാരമ്പര്യങ്ങൾ. വ്യർത്ഥ പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ മുൻതൂക്കം കൊടുക്കുന്നതാണ് വ്യർത്ഥ പാരമ്പര്യങ്ങൾ.
നല്ല പാരമ്പര്യം എന്ന് പറയുന്നത് സത്യത്തിനു വേണ്ടി നിൽക്കുന്നതാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങളോ യഥാർത്ഥ സത്യവിശ്വാസത്തിന് വിപരീതമായി നിൽക്കുന്നതാണ് വ്യർത്ഥ പാരമ്പര്യം. നല്ല പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ആത്മീകമായി മക്കളെ, ദൈവത്തിന്റെ ജനത്തെ വളരുവാൻ സഹായിക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഗ്രോ. വ്യർത്ഥ പാരമ്പര്യങ്ങളോ അവർക്ക് വലിയ ഒരു ബേർഡനായി മാറുന്നു, അല്ലേ? യേശു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ അവർക്ക് വലിയ ബേർഡൻ എടുത്ത് അവരുടെ മേളിൽ വെക്കുക. നല്ല പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നൊരു റിഫ്ലക്ഷനായി മാറുന്നു. വ്യർത്ഥ പാരമ്പര്യങ്ങളോ ബാഹ്യമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പോൾ ദർ ഇസ് ഗുഡ് ട്രഡിഷൻ ആൻഡ് ദർ ഇസ് വെയിൻ ട്രഡിഷൻ. ഈ നല്ല പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഇപ്പൊ വേദപുസ്തകം നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഹൗ ഡിഡ് വി? ഞാൻ വേദപുസ്തകം അതായത് ബൈബിൾ വിശ്വസിക്കാമോ എന്ന് പറഞ്ഞ ഒരു 3 പാർട്ട് സീരീസ് വളരെ ലോങ് 5 മണിക്കൂറിന്റെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹൗ ഡിഡ് വി ഗെറ്റ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്? ഓൾഡ് ടെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയത് വാമൊഴിയായി, അതായത് ഓറൽ ട്രഡിഷൻ. ഇപ്പൊ ആ ട്രഡിഷൻ ഇല്ലായിരുന്നെങ്കിൽ മിസ്സായി പോയനെ, അല്ലേ? അപ്പൊ നല്ല പാരമ്പര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ടാൽമഡ് ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ ഞാനിപ്പോൾ വരുന്ന സെഷൻസിൽ പറയാം. എന്നാൽ വ്യർത്ഥ പാരമ്പര്യങ്ങൾ എന്തുവാ? ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന മനുഷ്യന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അവിടാണ് ഡേഞ്ചർ വരുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചിലപ്പോൾ ചില നല്ല പാരമ്പര്യങ്ങളുണ്ട്, അല്ലേ? അപ്പനും അമ്മയും പഠിപ്പിച്ചു തന്ന ചില നല്ല പാരമ്പര്യങ്ങൾ. ആ പാരമ്പര്യങ്ങൾ കാരണം കർത്താവിനെ കൂടുതൽ അറിയുവാനും പ്രാർത്ഥിപ്പാനും ചില ജീവിതത്തിൽ ചില ശിക്ഷണങ്ങളും ചിട്ടകളും ഡിസിപ്ലിൻസ് ഒക്കെ വന്നതിന്റെ കാരണം എന്നാ? ബിക്കോസ് ഓഫ് ഗുഡ് ട്രഡിഷൻ ദാറ്റ് പോയിന്റഡ് അസ് ടു ഗോഡ്, അല്ലേ? എന്നാൽ വ്യർത്ഥ പാരമ്പര്യങ്ങൾ എന്താ പറ്റുന്നത്? സത്യവിശ്വാസത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മറയ്ക്കുന്നതാണ് വ്യർത്ഥ പാരമ്പര്യങ്ങൾ. അതുകൊണ്ട് ട്രഡിഷൻ എന്ന് കേൾക്കുമ്പോൾ ഉടനെ അതൊരു നെഗറ്റീവ് വേർഡ് എടുത്ത് ദൂരെ കളയരുത്. ഇതിനെ ക്വാളിഫൈ ചെയ്യണം. ദ വേർഡ് ട്രഡിഷൻ, ഇസ് ഇറ്റ് എ ഗുഡ് ട്രഡിഷൻ ഓർ ഇസ് ഇറ്റ് എ വെയിൻ ട്രഡിഷൻ? അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഗോഡ് യൂസ്ഡ് ഗുഡ് ട്രഡിഷൻ ഈവൻ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ദ ബൈബിൾ. അത് ഒരിക്കലും മറക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ആട്ടെ, ഇനി ഇവിടെ നമ്മൾ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ളത് ആദ്യത്തെ ഭാഗം. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയോ അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങൾ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചു ഒത്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ കർത്താവ് പറയാണ്, ഈ പരീക്ഷന്മാർ ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാര് എന്തുകൊണ്ട് പൂർവന്മാരുടെ കൽപ്പനകളെ ലംഘിക്കുന്നു? എന്ത് ഈ പൂർവന്മാരുടെ കൽപ്പനകൾ? അത് മനസ്സിലാക്കാൻ, അത് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഈ ഭാഗത്തിൽ ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ. എന്തുവാ ഈ പൂർവന്മാരുടെ കൽപ്പനകൾ? ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു കർത്താവിൻ്റെ ഈ ഭാഷയിൽ ഈ പൂർവന്മാരുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ ടാൽമഡ് ആണ്. ടാൽമഡ്, എങ്ങനെയാണ് ടാൽമഡ് വന്നത്? ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, ഒന്ന് സഹായിക്കാം. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി തരാം. ദൈവമായ കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ കൊടുത്തു, 10 കൽപ്പനകളും അതുപോലെ തന്നെ ഈ തോറ എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലേ? അപ്പൊ ഈ കൽപ്പനകൾ കർത്താവ് കൊടുത്തത് കൊണ്ട് ഈ കൽപ്പനകളെ വാമൊഴിയായി ത്രൂ ഓറൽ ട്രഡിഷൻ സിനഗോഗിലെ ലീഡേഴ്സിന് കൈമാറേണ്ടത് ആവശ്യമായിരുന്നു. അതായത് മോശ പുരോഹിതന്മാർ അടുത്ത ലീഡേഴ്സിന് വേണ്ടി ഇങ്ങനെ വാമൊഴിയായി there was an oral tradition. ആ ട്രഡിഷനിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൽപ്പനകൾ തെറ്റിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാമൊഴിയായി പറയുമ്പോൾ 3 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. 1, ആ പറഞ്ഞ കൽപ്പനകൾ അവനവൻ തന്നെ പാലിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. 2, അവനവൻ അത് പാലിച്ചാൽ മാത്രം പോരാ, അടുത്ത തലമുറയെ ഇത് പാലിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യണം. മനസ്സിലായോ? അപ്പം അടുത്ത ആളുകളും ഇത് പാലിക്കണം. 3, ഈ കൽപ്പനകളിൽ
യാതൊരു കോട്ടവും വരാതെ വണ്ണം ഇവർ ഈ കൽപ്പനകളെ കാക്കണം. ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദ ലോ ബൈ പുട്ടിങ് എ ഫെൻസ്. പറഞ്ഞ മനസ്സിലായോ? ഈ കൽപ്പനകൾ മാറ്റാനും തിരുത്താനും മാറ്റി എഴുതുവാനും ആർക്കും അനുവാദം കൊടുക്കാതിരിക്കാൻ വേണ്ടി യു ഹാവ് ടു പ്രൊട്ടക്ട് ദ ലോ. 3 കാര്യങ്ങൾ. 1, അവനവൻ അത് പാലിക്കണം. 2, മറ്റുള്ളവരെ ഇത് പാലിക്കാൻ പഠിപ്പിക്കണം. 3, ഈ കൽപ്പനകൾക്ക് യാതൊരു കോട്ടവും വരാതെ ഇതിനെ കാക്കണം. പ്രൊട്ടക്ടിങ് ദ ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ കൽപ്പനകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ വേറെ കൽപ്പനകളും കൂടെ അതിനോട് എഴുതി. എന്തിനു വേണ്ടിയാ? ടു ബി എ ഫെൻസ് അറൌണ്ട് ദ ഫെൻസ്. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഉദാഹരണത്തിന് ലോ എഴുതി, ബൈലോ എഴുതി, അതിന്റെ മണ്ടയ്ക്ക് ലോ എഴുതി. കാരണം എന്നാ? ഇതിനൊന്നും കോട്ടം വരരുത് എന്ന് ഉദ്ദേശിച്ച് അവർ അതിന്റെ മണ്ടയ്ക്ക് എഴുതി. അവസാനം ഇങ്ങനെ എഴുതി 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 കമന്ററി എഴുതി, അതിന്റെ അപ്പുറം എഴുതി എഴുതി എല്ലാം വന്നപ്പോൾ 200 AD റാബായ് യഹൂദ എന്ന് പറയുന്ന അദ്ദേഹം ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത്, കേട്ടോ, ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇതിനൊരു പേരിടണം. അതാണ് മിഷ്ന. ഈ മിഷ്നയെ കുറിച്ചൊക്കെ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതെല്ലാം തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ മിഷ്നയ്ക്കകത്ത് കുറെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ബിബ്ലിക്കൽ ഭാഗത്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ യഹൂദയുടെ ചെങ്കോല് വിട്ടു മാറത്തില്ല എന്ന് പറയുന്നൊരു ഭാഗമൊക്കെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, അതെന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഉള്ളത് മിഷ്നയിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് മനസ്സിലാവും. കാരണം ചില കോണ്ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാകണമെങ്കിൽ മിഷ്ന വായിക്കണം. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഈ മിഷ്ന വന്നു കഴിഞ്ഞപ്പോൾ ഈ ഓറൽ ട്രഡീഷൻ എല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് റബാ യഹൂദ നല്ലൊരു മിഷ്ന ഉണ്ടാക്കി. ഈ മിഷ്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേറൊരു സാധനം എഴുതി, ഗമാറ എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? ഈ ഗമാറ എഴുതി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് ടാൽമഡ് എന്ന് പറഞ്ഞാൽ കൽപ്പനകളെക്കാളും വലിയ പുസ്തകമാണ് ടാൽമഡ്. അതാണ് വന്നത്. കമന്ററി ബിക്കെയിം ബിഗർ ദാൻ ദ ബുക്ക് ഇറ്റ് സെൽഫ്. ഇതാണ് സംഭവിച്ചത്. അപ്പൊ എന്ത് പറ്റി? ദൈവത്തിന്റെ വചനം മാത്രമല്ല, അതിൻ്റെ അകത്ത് കുറെ എക്സ്ട്രാ കൽപ്പനകളൂടെ വന്നു. അതിനകത്ത് എന്ത് സംഭവിച്ചു? അതിനകത്തൊരു ഭാഗമാണ് കൈ കഴുകേണ്ടത് എങ്ങനെയാണെന്ന്, ഒരു സെക്ഷനാ, കേട്ടോ. അപ്പോൾ ആദ്യം ഏത് കൈ കഴുകണമെന്നും ആ കൈ എത്ര സമയം കഴുകണമെന്നും ആ കൈ കഴുകുമ്പോൾ വെള്ളം ഏത് വശത്തേക്കാണ് ഇരിക്കേണ്ടതെന്നും ഒക്കെ ഉള്ളത് വളരെ ക്ലിയർ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ശിഷ്യന്മാർ ഇതൊന്നും പാലിക്കത്തില്ല. അവർക്ക് വിശക്കുമ്പോൾ അവർ തണ്ട അതും കൂടെ എടുത്തിട്ട് ഒറ്റത്തിട്ട്. അപ്പൊ അവര് ചിന്തിക്കുന്നത് എന്നാ? അപ്പൊ ഈ പരീക്ഷന്മാര് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഈ പൂർവന്മാരുടെ കൽപ്പന, ഇപ്പൊ മനസ്സിലായോ? മോശയുടെ കൽപ്പനയല്ല, പൂർവന്മാരുടെ കൽപ്പന. നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇവർക്ക് എക്സ്ട്രാ ലോസ് ഉണ്ട്. കാരണം എന്നാ? ദേ ആർ ഫോളോയിങ് ദ ടാൽമഡ്. ടാൽമഡിനകത്ത് ഒരുപാട് ഓറൽ ട്രഡീഷനും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൂടെ അതിനകത്ത് അങ്ങ് ചേർക്കപ്പെട്ടു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴൊക്കെ ദൈവത്തിന്റെ വചനത്തോട് കൂടെ എക്സ്ട്രാ ട്രഡിഷൻ ചേർത്ത് വെക്കുവോ വലിയ അപകടമുണ്ട്. ട്രഡിഷൻ എപ്പോഴും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെങ്കിൽ എവറി ടൈം യു ഗിവ് ഈക്വൽ വെയിറ്റേജ് ടു ദ ട്രഡിഷൻസ് ഓഫ് മാൻ, ഭയങ്കര ഒരു ഡേഞ്ചർ ഇതിന്റെ ചുറ്റുമുണ്ട്. ഇതാണ് ഇവർക്ക് സംഭവിച്ചത്. അപ്പൊ എന്ത് പറ്റി? ഇവരിത് മുഴുവൻ ഈ ട്രഡിഷന്റെ പുറകിലാണ്. നിങ്ങൾ കൈ എത്ര സമയം കഴുകി, നിങ്ങൾ എന്തുകൊണ്ട് കഴുകിയില്ല, വലിയ ഭാരങ്ങൾ മനുഷ്യരുടെ മേലെടുത്തു വെക്കാൻ തുടങ്ങി. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. മനസ്സിലായോ ഇതിന്റെ കോണ്ടെക്സ്റ്റ്? ഓക്കെ. അപ്പൊ യേശു കർത്താവ് പറയുക, നിങ്ങൾ കൈ കഴുകുന്നില്ലെന്ന് പറയുന്നു, അല്ലയോ? അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ പ്രമാണം സൂക്ഷിക്കുന്നില്ലെന്ന് പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് ലോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു സെഷൻ തന്നെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത വലിയൊരു പ്രമാണമാണ്. ഇതിന്റെ ആഴവും അർത്ഥവും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലായിട്ടില്ല. അത് എപ്പോഴെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് വൈൽ ഓണറിങ് യുവർ ഫാദർ ആൻഡ് മദർ. പോട്ടെ, അത് വേറൊരു വിഷയമാണ്. അത് കർത്താവ് പറയുമ്പോൾ കർത്താവ് പറയാ, നിങ്ങൾ നിങ്ങളുടെ ഈ ടാൽമഡില്ലേ, ടാൽമഡിനകത്ത് നിങ്ങൾ ചില സാധനങ്ങൾ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അപ്പനെയും അമ്മയും നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറയും. പക്ഷെങ്കിൽ അഥവാ നിങ്ങൾക്ക് അപ്പനെയും അമ്മയ്ക്കും നിങ്ങൾക്ക് കരുതാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പനും അമ്മയ്ക്കും നിങ്ങൾ കുറച്ച് കാശ് കൊടുക്കണം, അല്ലെ അപ്പനും അമ്മയ്ക്കും വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കരുതണം. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇതിനൊരു എസ്കേപ്പ് മെക്കാനിസം ഉണ്ട് ടാൽമഡിന്. എന്തോ എസ്കേപ്പ് മെക്കാനിസം? വഴിപാടെന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ കോർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളത് ഞാൻ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്നൊരു പദമാണ് കോർബാൻ. ഉദാഹരണം, അപ്പനും അമ്മയ്ക്കും ഈ മാസം ഒരു 5000 രൂപ വേണം, എന്നാലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ.
മകനെന്നുള്ള നിലയിൽ ഞാൻ അത് കൊടുക്കണം, എൻ്റെ കയ്യിൽ കാശുണ്ട്. പക്ഷെ എനിക്ക് ഈ പണത്തോടുള്ള ആർത്തി കൊണ്ട് ഞാൻ പറയും കോർബാൻ എന്ന് പറഞ്ഞാൽ ഈ 5000 രൂപ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കത്തില്ല. അവർ കോർബാൻ എന്ന് പറഞ്ഞാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ വലിയ വശങ്ങൾ കേൾക്കണം കേട്ടോ. നിന്റെ കയ്യിലുള്ള കാശ് പോലും ഞാൻ കോർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് മാറ്റി വെക്കണമെന്നൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമനില തെറ്റുന്ന വിധത്തിലാണ് ഈ ടാൽമഡ് വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവ് പറയാ, അടിസ്ഥാന പ്രമാണമായ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇതിനോട് എഴുതി ചേർത്തതുണ്ടല്ലോ ഈ കോർബാൻ. ആ ആ പാരമ്പര്യം ദൈവവചനത്തിന് നേരെ വിരോധമാ. നിങ്ങൾ അത് എഴുതി ചേർത്തിട്ട് കൈ കഴുകാത്ത കാര്യത്തിൽ എൻ്റെ ശിഷ്യന്മാരെ കുറ്റം ചുമത്തിയാൽ നിങ്ങൾ ദൈവത്തിന് വിരോധമായാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് കർത്താവ് ചൂണ്ടിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? വഴിപാട് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ടു അവോയ്ഡ് ഫൈനാൻഷ്യലി സപ്പോർട്ടിങ് ദ പേരൻസ്, കോർബാൻ വാസ് യൂസ്ഡ് ആസ് എൻ എക്സ്ക്യൂസ്. കോർബാൻ എവിടെ വന്നത്? ഇറ്റ് കെയിം ഫ്രം ദ ട്രഡിഷൻ ഇൻ ടു ദ ടാൽമുഡ്. മനസ്സിലായോ? അപ്പോൾ എന്താ പറ്റിയത്? പ്രമാണം, അടിസ്ഥാനപരമായ പ്രമാണം അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതിനെ വെല്ലുവാൻ നിങ്ങളുടെ പാരമ്പര്യം അതിന് എതിരായി നിന്നു എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ പാരമ്പര്യം എപ്പോഴാ തെറ്റ്? ദൈവവചനത്തെ, ദ സ്പിരിറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡിനെതിരായി പാരമ്പര്യം നിൽക്കുന്നു. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് എന്താ സംഭവിച്ചത്? കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് അതുകൊണ്ട് മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നിങ്ങൾ കുറെ കൽപ്പനകളും കുറെ റൂൾസും കുറെ റെഗുലേഷനും കുറെ പാരമ്പര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, യു ഹാവ് ഡിസ്ഓണേർഡ് മീ. നിങ്ങൾ എന്നെ ഡിസോണർ ചെയ്തു. അപ്പോൾ ഇതാണ് റിസ്ക് ഓഫ് ട്രഡിഷൻ. അപ്പോൾ യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാ പാരമ്പര്യങ്ങളും തെറ്റാണെന്ന്. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എല്ലാ പാരമ്പര്യങ്ങളും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്പർ 1 വെയിറ്റേജ് ദൈവത്തിന്റെ വചനം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ ഹൃദയം. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഇൻസൈഡ് മോർ ദാൻ യുവർ ഔട്ട്സൈഡ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ പാരമ്പര്യങ്ങൾ ഇതിനോട് ഒട്ടിച്ചു ചേർത്ത് വെക്കുമ്പോൾ, ദർ ഇസ് എ ഹ്യൂജ് ഡേഞ്ചർ of honoring God with our lips and outside actions, but our hearts being far away from him. അതാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിനൊന്നും ഞാൻ പ്രസാദിക്കുന്നില്ല. അത് പുതിയ നിയമത്തിൽ വന്ന കാര്യമല്ല, പഴയ നിയമത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വലിയ യാഗങ്ങളൊക്കെ കഴിച്ചു, ഇറ്റ് ഈസ് എ സ്റ്റെൻച്ച് ഇൻ മൈ നോസ്ട്രിൽസ് എന്നല്ല പറഞ്ഞത്. ഇതിന്റെ മണം വരുമ്പോൾ ഇതെനിക്ക് ദുർഗന്ധമാണെന്ന്. അതാ കർത്താവ് പറഞ്ഞത്. അതിന്റെ കാരണം എന്നാ? ബിക്കോസ് യു ലിവ് ഓണർ മീ വിത്ത് യുവർ ലിപ്സ്. നിങ്ങൾ അധരം കൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ ദൂരമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിലും, പാരമ്പര്യക്കാരോ പുതിയ ന്യൂ ജനറേഷനോ ഓൾഡ് അതൊന്നും അല്ല വിഷയം. ഇന്ന് നമ്മുടെ ഹൃദയം ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് യുവർ ഹാർട്ട്. നമ്മളും ഏതെങ്കിലും ഒക്കെ സെറ്റപ്പിൽ കോട്ടപ്പായി ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാത്തവരാണോ നാം എന്ന് വി ഹാവ് ടു റിയലി ലുക്ക് ഇൻ ടു അവർ ഓൺ ലൈഫ്സ്. ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. എന്നിട്ട് കർത്താവ് പറയാണ്, ദെൻ വാട്ട് ട്രൂലി ഡിഫൈൽസ്. അപ്പം നമ്മൾ മനുഷ്യരെ മലിനമാക്കുന്ന എന്താണ്? കൈ കഴുകിയില്ലോ എന്നുള്ളതാണോ? എന്തുവാ നമ്മൾ ഒരു മനുഷ്യനെ യഥാർത്ഥമായി മലിനമാക്കുന്നത്? 10 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്ന്, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അല്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവീൻ. അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, ഈ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ? വായ്ക്കകത്ത് കടന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ.
കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അപ്പോൾ കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്, ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്റ്റേണൽ ദാറ്റ് മേ പൊല്യൂട്ട്സ് എ മാൻ, അല്ലേ? അപ്പോൾ ഇതിനകത്തൊരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നത്, തൻ്റെ സഭയെ വിളിച്ചിരിക്കുന്നത് ഒരു ശുദ്ധീകരണത്തിലേക്കാണ്. എ പ്യോർ ബ്രൈഡ്, ശുദ്ധമായ, മാലിന്യം തൊടാത്ത, കളങ്കമില്ലാത്ത ഒരു സഭ, യേശുക്രിസ്തുവിന്റെ തിരുസഭ. എന്നാൽ എന്താണ് ഇതിനെ മലിനമാക്കുന്നത്? വാട്ട് ഡിഫൈൽസ് ദ ചർച്ച്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചിലർ പറയും ഇന്നത് കഴിക്കരുത്, മറ്റേത് ചെയ്യരുത്. ഇതെല്ലാം പഴയ നിയമത്തിലെ സെറിമോണിയൽ ലോസ്. കോഷർ, അല്ലെ? കോഷർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, മറ്റൊന്നും കഴിക്കരുത്. ഇതേ ഭാഗത്തിന്റെ മർക്കോസിന്റെ വിവരണത്തിൽ, ഇൻ ദ ഗോസ്പൽ ഓഫ് മാർക്ക് 7:18, വളരെ മനോഹരമായ ഒരു ഭാഗം. ഇതേ ഭാഗം മർക്കോസ് വർണ്ണിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? ഇത് മർക്കോസിന്റെ സൈഡിൽ നിന്നുള്ള വിവരണമാണ്. അത് അവന്റെ ഹൃദയത്തിലല്ല, വയറ്റിൽ അത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുറയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ വിശ്വാസി, യു ഡോണ്ട് ഹാവ് ടു കാറ്റഗറൈസ് ഫുഡ്സ്. യേശു കർത്താവ് എന്തോ ചെയ്തേ? പത്രോസിന് തുപ്പട്ടി ഇറങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, യോ കർത്താവേ, കാരണം ഹി കംസ് വിത്ത് എ ട്രഡിഷൻ, അല്ലെ? ദ ട്രഡിഷൻ ഓഫ് മാൻ. യോ ഇത് കഴിക്കാം. കർത്താവ് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചത്, നീ എന്താ അശുദ്ധമെന്ന് എണ്ണുന്നത്? അറുത്ത് തിന്നുവീൻ. അതുകൊണ്ട് ദൈവമക്കൾ ഒരിക്കലും കാറ്റഗറീസ് വെക്കരുത്. ഇപ്പൊ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നത് തിന്നരുത്, ഇന്നത് തിന്നണം, ഇങ്ങനെ തിന്നരുത്. ഇത് പുതിയ നിയമത്തില് ബാധകമല്ല. നൗ യു ക്യാൻ ഹാവ് ഡിസിപ്ലിൻസ്. ഇപ്പൊ എന്റെ ശിക്ഷണത്തിന്റെ ഭാഗമായി ഞാൻ ഇന്നത് ഇത്രയും ദിവസം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് ഇസ് അപ് ടു യു. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അതിനെ നമ്മൾ ഒരിക്കലും ദൈവശാസ്ത്രമാക്കരുത്. ഇറ്റ് ഈസ് നോട്ട് ഡോക്ട്രിൻ. ദാറ്റ് ഇസ് എ പേഴ്സണൽ കൺവിക്ഷൻ. ഇന്നോട്ട് ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നില്ല, ഞാൻ ഇന്ന ഇറച്ചി കഴിക്കുന്നില്ല, അതൊക്കെ പേഴ്സണൽ കൺവിക്ഷൻ, ഗുഡ് ഡിസിപ്ലിൻസ്, ആ ശിക്ഷണം വളരെ അത്യാവശ്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇൻ ജനറൽ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഗോഡ് ഹാസ് കമാൻഡഡ്. മനസ്സിലായോ? ഡോക്ട്രിനൽ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ തിന്നരുത്, ഇങ്ങനെ ഉടുക്കണം, അങ്ങനെ വരുമ്പോൾ ഓർത്തോണം, ഇത് വ്യർത്ഥ പാരമ്പര്യങ്ങളാണ്, ഇത് ദൈവവചനമല്ല. ഓർത്തോണം. ബിക്കോസ് ഇത് മനുഷ്യന്റെ മേൽ ഭാരങ്ങളെ എടുത്തു വെക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അതിന്റെ കാരണം എന്നാ? അകത്തേക്ക് പോകുന്നതല്ല, ഉള്ളിന്റെ അകത്തുനിന്ന് വരുന്നതാണ് ഒരു മനുഷ്യനെ മലിനമാക്കുന്നത്. അവന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അവനെ മലിനമാക്കുന്നു. ഔട്ട് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ദ ഹാർട്ട് സ്പീക്കത്ത് ദ മൗത്ത്. അതുകൊണ്ട് പിന്നെയും കർത്താവ് എന്നാ പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ അത് മറപ്പുരയിൽ പോകത്തില്ലയോ? അതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്. പിന്നെ എന്താ അശുദ്ധമാക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്നുള്ള ചിന്തകൾ, ദുർമോഹങ്ങൾ, വ്യഭിചാരം, കൊലപാതകം, ഇതൊക്കെയാണ് നിങ്ങളെ മലിനമാക്കുന്നത്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹാർട്ട്. അത് പഴയ നിയമത്തിൽ ഇത് തന്നെയല്ലയോ സദൃശവാക്യത്തിൽ പറയുന്നത്? ഗാർഡ് യുവർ ഹാർട്ട് ഫോർ ഇറ്റ് ഇസ് ദ വെൽ സ്പ്രിംഗ് ഓഫ് ലൈഫ്, അല്ലേ? അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഹൃദയത്തെ നമ്മൾ കാക്കണം. അതിന് ചിലപ്പോൾ പുറത്തെ ചില സാധനങ്ങൾ വേണ്ടെന്ന് വെക്കണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചോ. ഉദാഹരണം, എല്ലാം നമ്മുടെ ടി വിക്കകത്ത് വരുന്നത് മുഴുവൻ കാണാൻ തുടങ്ങിയാൽ കണ്ണിലൂടെ ഹൃദയം മലിനമാകും. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെ കാക്കണം. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഈ കാണുന്നതെല്ലാം വാരി വലിച്ച് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു പറ്റും? ഗ്ലട്ടണി എന്ന് പറയുന്ന പാപം അകത്തേക്ക് കയറും. മനസ്സിലായോ? പിന്നെ നമുക്ക് ഇതിനോട് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കൺട്രോൾ ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നകരമായ ചില ഫുഡ്സ് ഉണ്ട്. അത് ഒത്തിരി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൊളസ്ട്രോൾ കൂടും, പലത് കൂടും. അപ്പൊ അതിനോട് വേണ്ടെന്ന് വെക്കണം. കാരണം ഇത് കർത്താവിന്റെ മന്ദിരം. അങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. ബട്ട് വാട്ട് ആർ വി ഫണ്ടമെന്റലി ഗാർഡിങ്? വി ആർ ഗാർഡിങ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിനെയാണ് നാം കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിൽ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ പല 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 കൽപ്പനകൾ കൊടുത്തു? ഇന്നത് കഴിക്കരുത്, ഇങ്ങനെ ചെയ്യണം, ഒരു സ്ത്രീക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാളയത്തിന്റെ പുറത്തു പോകണം. ദീസ് വർ സെറിമോണിയൽ ലോസ് ബിക്കോസ് ഗോഡ് വാസ് ദെയർ കിങ്. ആ സെറിമോണിയൽ ലോസിന്റെ പ്രത്യേകത എന്നാ? കർത്താവ് ഒരു നിഴല. നമ്മൾ എബ്രായ ലേഖനത്തിൽ പഠിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ദിസ് ഇസ് ഓൾ എ ഷാഡോ. എന്താണ്? ഇത്ര മാത്രം മഹാപുരോഹിതന്റെ വേഷം എങ്ങനെ ആയിരിക്കണം, അല്ലേ?
അതിൽ ഒരു ശകലം പോലും കറ പുരളരുത് എന്നൊക്കെ ഉള്ളത് കർത്താവ് പറയുന്നതിന്റെ കാരണം എന്നാ? ഇഫ് ഗോഡ് ഇസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ ദി എക്സ്റ്റേണൽ പ്യൂരിറ്റി, ഹൗ മച്ച് മോർ അബൌട്ട് യുവർ ഇന്റേണൽ പ്യൂരിറ്റി, അല്ലെ? പഴയ നിയമത്തിൽ ബാഹ്യമായ കാര്യങ്ങൾ കർത്താവിന് ഇത്രേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അന്തർഭാഗത്തെ ശുദ്ധീകരണത്തെ കുറിച്ച് കർത്താവ് എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്ന് കാണിക്കുന്ന ഒരു നിഴൽ, ഒരു പിക്ചർ, ഒരു പടമാണ് ദ സെറമോണിയൽ ലോസ്. അല്ലാതെ അത് ഇന്ന് ബൈൻഡിങ് അല്ല. ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ് ഫോർ എ ബിലീവർ ടുഡേ. കുറെ പേര് ഈ പഴയ സാധനം പൊക്കിക്കൊണ്ട് വരും, അത് മനുഷ്യന്റെ മേൽ ഭാരങ്ങൾ എടുത്തു വെക്കുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട് സ്ക്രിപ്ചറൽ. മനസ്സിലായോ? അപ്പോൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഓടി വന്നിട്ട് പറയാ, ഈ പരീക്ഷന്മാർ ഒരു രക്ഷയില്ല കേട്ടോ, ഇവരെയും കൊണ്ട് ഒരു രക്ഷയില്ല, നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് കർത്താവ്? അപ്പൊ കർത്താവ് പറയാ, ഓക്കെ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ആന്റി പരീഷൻ കമ്മിറ്റി നമുക്ക് ഒരുമിച്ച് കൂട്ടാം, ആന്റി സ്ക്രൈബ്. നോ, നമുക്കൊരു പാനൽ, ഇവരെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇവർക്കെതിരായി ഒരു പാനൽ ഉണ്ടാക്കണം. നോ, എന്താ കർത്താവ് പറഞ്ഞേ? ഇവരെ വിട്ടുകളാ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഗോഡ് ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. ഇതന്നെയല്ലേ ഗമാലിയേൽ അന്ന് പറഞ്ഞത് പൗലോസിനെ കുറിച്ച്? ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ പിന്നെ ആർക്കും തടയാനൊക്കത്തില്ല. ദൈവത്തിൽ നിന്നല്ലെങ്കിൽ പിന്നെ അത് തനിയെ അങ്ങ് പൊക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അതിനകത്തൊരു പ്രമാണം ഞാൻ പറയാം, പ്രിയമുള്ളവരെ. എല്ലാ കാര്യത്തിനും നമ്മൾ പോയി എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? നമുക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന ചില എന്താ പറയണ്ടേ, ആക്യുസേഷൻസ്, നമുക്ക് വിപരീതമായി ചിലരൊക്കെ പറഞ്ഞറിയിക്കുന്ന പരദൂഷണങ്ങൾ, ഇതിനെല്ലാം ഉത്തരവൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഇന്നുണ്ട്, നാളെ അതങ്ങ് പൊക്കോളും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് ചേർന്ന് ശിഷ്യന്മാരെ പോലെ നടന്നാൽ മതി. മറ്റേതൊന്നും നമ്മുടെ വിഷയം. എന്നിട്ട് കർത്താവ് പറയാ, ഇവരെന്തുവാ? വാട്ട് ആർ ദേ ആർ ബ്ലൈൻഡ് ഗൈഡ്സ് ലീഡിങ് ദ ബ്ലൈൻഡ്. അല്ലേ? ഇതിന്റെ എന്താണ് ഇതിന്റെ വിഷയം? ഇവര് കുരുടന്മാരായ വഴികാട്ടികൾ. രണ്ടുപേരും അവസാനം ചെന്ന് ചാടാൻ പോകുന്നത് കുഴിക്കകത്തോട്ട്. ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ്. അപ്പോൾ കപടഭക്തിക്കാരെ കുറിച്ച്, ഹിപ്പോക്രിറ്റ്സ്, നമ്മൾ വേറെ ആരെയും നോക്കണം, നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. കപടഭക്തിക്കാരെ കുറിച്ച് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം ഇവരെ എല്ലാം ന്യായം വിധിക്കും ദൈവം. ഗോഡ് വിൽ ജഡ്ജ് ദ ഹിപ്പോക്രിറ്റ്. ഈ പുതിയ നിയമം നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദ്യപാനികളെ കർത്താവ് മദ്യപാനം വെറുക്കുന്നു, വ്യഭിചാരം വെറുക്കുന്നു എന്നൊക്കെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞോണ്ട്. ഹിസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹോളിനെസ് ആർ വെരി ഹൈ. പക്ഷെങ്കിൽ അവന്റെ അതികഠിനമായ വാക്കുകൾ മദ്യപാനിയോടല്ല, വ്യഭിചാരിണിയോടല്ല, പിന്നെ ആരോടാ? പരീശന്മാരോടാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിസ് ഹാർഷസ്റ്റ് വേർഡ്സ് വർ ടു ദ ഫാരസി, നോട്ട് ടു ദ ഡ്രങ്കേർഡ്, നോട്ട് ടു ദ ടാക്സ് കളക്ടർ, നോട്ട് ടു ദി അഡൾട്ടർ. അപ്പോൾ ദൈവം എന്തുമാത്രം ഈ മനുഷ്യ പാരമ്പര്യങ്ങൾ കൊണ്ട് കപടമായ ഭക്തിയിൽ ജീവിച്ചാൽ ദൈവം എന്തുമാത്രം അതിനെ വെറുക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ എപ്പോഴും മറക്കരുത്. സോ ഹിപ്പോക്രസി ഈസ് എ ബിഗ് സിൻ ആൻഡ് ഗോഡ് ഹേറ്റ്സ് ഇറ്റ്. എന്നിട്ട് കർത്താവ് പറയാ, അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ശിഷ്യന്മാരോട് പറയാ, അതിനോട് ചേർന്ന് നിൽക്കുക. ദേ ലുക്ക് വെരി സ്പിരിച്വൽ, പക്ഷെ അവരോടൊന്നും അടുത്ത് നിൽക്കരുത് എന്നുള്ളത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കാണാൻ പോകുന്നത്, കപടഭക്തിക്കാരും ഹിപ്പോക്രിറ്റ്സും പരീശന്മാരും മിസ്സായി പോയത് കനാന്യ സ്ത്രീക്ക് ലഭിക്കുന്നു. The blessing that the hypocrites missed, the Gentile woman receives. അതാണ് ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. പാരമ്പര്യങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് നിൽക്കാത്ത ഒരു വ്യക്തി ദൈവകൃപ എന്തുമാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ കാണുന്ന ഭാഗം. ഓക്കെ, അപ്പൊ അത് ഞാനൊന്ന് വായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 21 to 28. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങൾ. സോർ സീദോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇറ്റ് ഇസ് എ ജെന്റൈൽ ലാൻഡ്. സോർ സീദോനിൽ കർത്താവിന്റെ മുമ്പ് പറയുന്നുണ്ട്, ഗലീലയിൽ ചെയ്ത അത്ഭുതങ്ങൾ കുറച്ചെങ്കിലും സോർ സീദോനിൽ ചെയ്തിരുന്നെങ്കിൽ അവരെല്ലാം വിശ്വസിച്ചേനെ. കാരണം എന്നാ? പരീശന്മാരും ഈ ഇസ്രായേൽ മക്കളൊക്കെ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. വളരെ എനിക്ക് സങ്കടം തോന്നി കേട്ടോ, ഒരു വാക്കുപോലും കർത്താവ് പറഞ്ഞില്ലല്ലോ എന്ന്. അവന്റെ ശിഷ്യന്മാരടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ശിഷ്യന്മാർ വലിയ മിടുക്കന്മാരാ. 5000 പേര് വന്നു, അവർക്ക് കാശ് കൊടുക്കാനില്ല, അല്ല അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞാൽ അങ്ങ് വിട്ടേരെ കേട്ടോ. ഇപ്പൊ ദാണ്ട് ഒരു കനാനി സ്ത്രീ പുറയിൽ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, യേശുവെന്ന് പറയാം, അങ്ങ് വിട്ടേരെ. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ
അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. വെരി ഹാഷ് വേർഡ്സ് നമുക്ക് തോന്നും, ഹാഷ് വേർഡ്സ് അല്ല, അത് ഞാൻ പിന്നെ പറയാം എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഓക്കെ, എന്ത് സ്റ്റോറി ഓഫ് ഗ്രേസ് അല്ലേ? കൃപയുടെ വലിയ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ യേശു കർത്താവ് ഇവിടെ വന്ന് പറയുക, ഈ സ്ത്രീയുടെ വിശ്വാസം വലുതാണെന്ന്. ഗ്രേറ്റ് ഫെയ്ത്ത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഈ സ്ത്രീക്ക് ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇസ്രായേൽ മക്കള് മുദ്ര കുത്തിവെച്ചിരിക്കുക. വൈ? അതിന്റെ കാരണം ഒന്ന്, സ്ത്രീയാണ്. അപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോഴേ യഹൂദനെ സംബന്ധിച്ചോളം സെക്കൻഡ് ഗ്രേഡായി. സെക്കൻഡ് ഗ്രേഡ് പോലും അല്ല, തേർഡ് ഗ്രേഡാ. മനസ്സിലായോ? അതാണ് യഹൂദനെ സംബന്ധിച്ചോളം. രണ്ടെന്തുവാ? കനാന്യര. അപ്പോൾ ഈ കനാൻ ദേശം ഇസ്രായേൽ മക്കള് അവകാശമാക്കിയപ്പോൾ കർത്താവ് പറഞ്ഞ, ഇവരെ ഉന്മൂലനാശം ചെയ്യണം, അവരെ എന്നേക്കുമായിട്ട്, എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല, അവരെ കളഞ്ഞേക്കണം. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീക്ക് യാതൊരു കാരണവശാലും ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അവളെ എഴുതി തള്ളിയിരിക്കുക. എന്നാൽ ഇതുപോലെ തന്നെ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അല്ലേ? ആ ശതാധിപനെ നമ്മൾ പഠിച്ചു. ശതാധിപനെ കുറിച്ച് എന്താ കർത്താവ് പറഞ്ഞേ? ഇത്രയും വിശ്വാസം ഞാൻ ഇസ്രയേലിലെങ്ങും കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, ദർ ഇസ് എ ബിഗ് ട്രൂത്ത് ഹിയർ. ഒരു വലിയ സത്യമുണ്ട്. സത്യം എന്തുവാ? ഇസ്രയേലിന്റെ കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി കർത്താവ് വന്നു. അവര് മിസ് ചെയ്തത് വേറൊരു കൂട്ടര് അവകാശമാക്കി. ഒന്ന് ഓർത്ത് നോക്കിയേ. കർത്താവ് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നു, അവസാനം സ്വപുത്രനെ അയച്ചു. ആർക്ക് വേണ്ടിയാ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. അവരത് പറഞ്ഞു, എനിക്ക് വേണ്ട. അവര് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച രാവിലെ ഞാനും നിങ്ങളും ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നു, അല്ലയോ? അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ. ഇന്നും ഞാൻ കേട്ടു, ഇസ്രായേൽ പ്രധാനമന്ത്രി, മശിയ വരാനൊക്കെ സമയമായി. അയ്യോ, മശിയ വന്നില്ലേ? നിങ്ങൾ കൈക്കൊണ്ടില്ല, നിങ്ങൾക്ക് വരേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അല്ലാതെന്തുവാ? അല്ലേ? ഇതിന്റെ കാരണം എന്നാ? അപ്പോ പാരമ്പര്യം, വ്യർത്ഥ പാരമ്പര്യം. ഇന്നും ക്രിസ്ത്യാനി എന്ന് പറയുന്ന അവകാശപ്പെടുന്നു, എന്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാര് മുതൽ ഞങ്ങള്, നല്ല കാര്യം, പ്രൈസ് ദ ലോർഡ്. പക്ഷെങ്കിൽ ഇന്ന് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അതാണ് ചോദ്യം. ഞാനതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇവനോടൊന്നും ഇനിയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി ഞാൻ സോർ സീദോൻ ദേശത്തേക്ക് പോവുക, കേട്ടോ. അപ്പൊ യേശു കർത്താവ് വന്നത് ആർക്കാ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. ശുശ്രൂഷ ചെയ്യാൻ വന്ന ആർക്കാ? മിനിസ്ട്രി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സോർ സീദോൻ ദേശത്തേക്ക് പോയതല്ല. ഇവന്മാരുടെ കഠിന ഹൃദയം കാരണം പറഞ്ഞു, എന്നാ പോട്ടെ, ഞാൻ സോർ സീദോനിൽ പോകും. അപ്പോ ഹീസ് ലീവിങ് ദ പീപ്പിൾ ബ്ലൈൻഡഡ് ബൈ ട്രഡിഷൻ. പാരമ്പര്യം കൊണ്ട് അന്ധമായി പോയ ഒരു കൂട്ടരെ വിട്ടിട്ട് യേശു കർത്താവ് പോവുകയാണ്. ആരുടെ പുറകിൽ? ഈ ജാതികളുടെ പുറകിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് വളരെ സ്ട്രോങ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നത്? കർത്താവ് പറയാ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുത്. മക്കളാരാ? ഇസ്രായേൽ മക്കൾ. നായ്ക്കുട്ടികളാരാ? കനാനിയര്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നു? അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കും, നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ഗ്രീക്ക് പദം ഞാൻ പറയുന്നില്ല, 2 ഗ്രീക്ക് പദങ്ങളുണ്ട്. കാരണം അതിന്റെ ഉച്ചാരണം ചിലപ്പോൾ ശരിയാവത്തില്ല, അപ്പൊ അത് തെറ്റണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ പറയാത്തത്. 2 ഉണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം, മത്തായിയുടെ സുവിശേഷത്തിന്റെ തുടക്കം, അവിടെ എല്ലാം ദി അൺറീജനറേറ്റ് സിന്നർ, പാപിയായി ദൈവത്തോട് മറുതലിക്കുന്നവനെ നായി എന്നാ വിളിക്കുന്നത്, അല്ലേ? ദ ഡോഗ്സ്, ദേ ആർ ഇൻ ദ ഡാർക്ക്. ആ നായുടെ പദപ്രയോഗമേ അല്ല ദൈവം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മുടെ സുവിശേഷത്തെ വെല്ലുവിളിക്കുന്ന ചില സഹോദരങ്ങളൊക്കെ വന്നിട്ട് പറയും, യേശു കർത്താവ് താണ്ട് ഒരു സ്ത്രീയെ നായി എന്നൊക്കെ വിളിച്ചു. അതല്ല, പെറ്റ് ഡോഗ് എന്ന് അതിന്റെ അർത്ഥം. പെറ്റ് ഡോഗ്, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് ഈ പെറ്റ് ഡോഗ്. അപ്പൊ ചോദിക്കുക, അതെന്താ അങ്ങനെ പറഞ്ഞ? അത് പറയുന്നതിന്റെ ഒറ്റ കാരണം, മക്കളാരാ? മക്കൾ ഇസ്രായേൽ മക്കൾ. നായ്ക്കുട്ടികളാരാ? ജാതികൾ. അവരെല്ലാം വീട്ടിനകത്തുണ്ട്. അപ്പം
ഒന്നാമത് കർത്താവ് ഈ പദപ്രയോഗം ഉപയോഗിക്കുന്നതിന്റെ കാരണം ഹി വാണ്ടഡ് ടു ടെസ്റ്റ് ഹെർ ഫെയ്ത്ത്. കർത്താവ് മടുത്തു. കുറെ എണ്ണം വരുന്നു. എന്തിനു വേണ്ടിയാ? അവർ വരുന്നു, ഭക്ഷണം വേണം, അത് വേണം, ഇത് യഹൂദന്മാർ അടയാളം വേണം, അവർക്ക് ഇത് വേണം. ഈ അടയാളം എല്ലാം ചെയ്തിട്ട് അവസാനം എന്തുവാ? ഇവർ വയറെല്ലാം നിറച്ചേച്ച് അവരുടെ വഴിക്ക് പോകും. യേശു കർത്താവിനെ മഷിയായിട്ട് അവർ അംഗീകരിക്കത്തില്ല. യേശു കർത്താവിനെ രാജാവായി അവർ അംഗീകരിക്കത്തില്ല. സോ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഓൾ ഇവരുടെ അടുക്കൽ ഒന്നും ഗുണമില്ല. മക്കളുടെ അടുക്കൽ എന്തൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ പറയാ, കർത്താവ് പറയാ, ഈ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ അതെന്തിനാ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് കൊടുക്കുന്നതെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. വൈ ഷുഡ് ഐ ഗിവ് ഇറ്റ് ടു ദ പെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ പെറ്റ് ഡോഗിനും ഉണ്ട്. പക്ഷെ പെറ്റ് ഡോഗിന് എപ്പോഴാ? മക്കള് കഴിച്ച ശേഷം നായ്ക്കുട്ടികൾക്കും ഉള്ളതും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ സമയം വന്നിട്ടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ എന്നാ പറഞ്ഞു? സ്ത്രീ പറഞ്ഞു, ശരിയാ, കറക്റ്റാ, വാട്ട് യു സേയിങ് ഇസ് കറക്റ്റ്, ഞങ്ങളുടെ സമയം വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മേശയുടെ ചുറ്റും വീഴുന്ന അപ്പം നുറുക്കുകളുണ്ടല്ലോ, അത് ഞാൻ നായ്ക്കുട്ടികൾക്ക് കിട്ടത്തില്ല. ആ അപ്പം നുറുക്ക് മതിയെന്ന്. ഞാനിപ്പം മക്കൾക്ക് കൊടുത്തത് എനിക്ക് വേണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കർത്താവേ. മക്കളുടെ മേശയിൽ നിന്ന് വീണ ആ അപ്പ നുറുക്കുകൾ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഹിയർ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രിസിഡൻസ്, നോട്ട് ഓഫ് പ്രിഫറൻസ്. റോമാലേഖനം അടുത്ത സെഷൻ, അതായത് അടുത്ത വർഷം 2027 ദൈവം അനുവദിച്ചാൽ ഞാൻ റോമാലേഖനം മുഴുവനായി എക്സോസ്റ്റീവായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് പുസ്തകമാണ്. എന്നാൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ടു ദ ജൂ ദെൻ ടു ദ ജെന്റൈൽ, അല്ലേ? ആദ്യം യഹൂദനും പിന്നെ യവനൻ എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവ് ഇസ്രായേൽ മക്കളെ കൂടുതൽ സ്നേഹിക്കുന്നതാണോ? പ്രിഫറൻസ് എന്നാണോ? നോ നോ നോ, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പ്രസിഡൻസ്. ദൈവത്തിന്റെ ഓപ്പറേഷനിൽ ആദ്യം വന്നത് എബ്രഹാമിലൂടെ. ആദ്യം the start is through the Jew and then to the Gentile. It's not a matter of preference, but it's a matter of precedence എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറയാ, ഹേ, മക്കൾക്ക് ആദ്യം കൊടുക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സമയം വന്നിട്ടില്ല. അപ്പോ കർത്താവ് പറയാൻ ആഗ്രഹിച്ച എന്നാന്നറിയോ? വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ടല്ലോ, ദ പപ്പി is in the house, but the children are out of the house. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വന്നതാ, പക്ഷെ അവര് നഷ്ടപ്പെട്ടു പോയി. വീടിനകത്ത് ആരാ? നായ്ക്കുട്ടി ഉണ്ട്. അതുകൊണ്ട് മക്കൾക്ക് പോലും ലഭിക്കാത്തത് നായ്ക്കുട്ടികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്? ഒന്ന്, അവരുടെ വിശ്വാസത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ. രണ്ട്, കർത്താവ് പറയാൻ ആഗ്രഹിച്ച കാര്യം, ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ വന്നത് ആർക്ക് വേണ്ടിയാ? യഹൂദന് വേണ്ടിയാ. പക്ഷെങ്കിൽ അവര് മക്കൾ വീടിന്റെ പുറത്തായത് കൊണ്ട് വീട്ടിനകത്ത് നിന്ന നായ്ക്കുട്ടികൾക്കും അത് ലഭിച്ചു. ഞാനും നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഇവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഇസ് ഗ്രേറ്റ് ഫെയ്ത്ത്. ഈ സ്ത്രീയെ നോക്കിയിട്ട് പറയാ, ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് പറയാം, നിങ്ങളുടെ എല്ലാം അവിശ്വാസമാണ്, നിങ്ങളുടെ എല്ലാം ഇതാ, നിങ്ങളെ കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് ഈ സ്ത്രീയോട് പറയാ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക സ്ത്രീക്ക്. ഏതാ? 2 സെക്കൻഡ് മുമ്പ് ആ നായ്ക്കുട്ടി എന്നൊക്കെ കർത്താവ് ഇങ്ങനെ അഡ്രസ് ചെയ്ത് കേട്ടോ. ഇപ്പൊ പറയാ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. എന്താണ് വലിയ വിശ്വാസം? അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. എന്താണ്, വാട്ട് ഇസ് ഗ്രേറ്റ് ഫെയ്ത്ത്? ഈയിടെ ഞാൻ എൻ്റെ സ്നേഹിതനാ കേട്ടോ, എൻ്റെ സ്നേഹിതനോട് സംസാരിച്ചപ്പോൾ പറയാം, അച്ഛാ, എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ പറയാം, എന്തോ വിശ്വാസം? എനിക്ക് ഇന്ന് വീടില്ല, പക്ഷെ ദൈവം എനിക്ക് വീട് തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. അല്ല, അത് നല്ല വിശ്വാസമാണ്, പക്ഷെ അത് വലിയ വിശ്വാസമാണോ? സി, എൻ്റെ സ്നേഹിതനാ കേട്ടോ, അവൻ എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. അവൻ വരുന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രയാസം എനിക്കറിയാം. ഐ നോ അവൻ കർത്താവിനെ സ്നേഹിക്കുന്നു. അതാണോ വലിയ വിശ്വാസം? വാട്ട് ഈസ് ഗ്രേറ്റ് ഫെയ്ത്ത്? എന്താണ് വലിയ വിശ്വാസം? ഞാൻ പറയാം. ഒന്ന്, ഗ്രേറ്റ് ഫെയ്ത്ത് ഇസ് ഫെയ്ത്ത് ഇൻ ദ റൈറ്റ് ഒബ്ജക്റ്റ്. ഓടി വന്നിട്ട് പറയും, യേശുവേ, ദാവീദ് പുത്ര. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാകാഞ്ഞ കാര്യം ഇവക്ക് മനസ്സിലായല്ലോ. നേരെ വന്ന് റബി, ഗുരു ഒന്നൊന്നുമല്ല വിളിച്ചത്, യേശുവേ, ദാവീദ്, നീയാണ് മശിഹ. ദ റൈറ്റ് ഒബ്ജക്റ്റ്. ഗ്രേറ്റ് ഫെയ്ത്ത് ഇസ് ബേസ്ഡ് ഓൺ ദ റൈറ്റ് ഒബ്ജക്റ്റ്. മറ്റേതെല്ലാം ശുഭാപ്തി വിശ്വാസമാണ്. ഇറ്റ്സ് എന്താ പറയേണ്ടത്? എല്ലാം ശരിയാകും വിശ്വാസം, അതല്ലേ എല്ലാം. അത് ശുഭാപ്തി വിശ്വാസം. ഇതെന്തുവാ? ദിസ് ഇസ് ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ദ റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് ഒബ്ജക്റ്റ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എൻ്റെ വിശ്വാസത്തിന്റെ വലുപ്പത്തെ അളക്കുന്നത് ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയുന്നതാ.
ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ്ഡ്. വാട്ട് ഐ ഹാവ് ബിലീവ്ഡ് എന്നാണോ പറഞ്ഞത്? എനിക്ക് ഇന്ന കാര്യങ്ങൾ വരുമെന്നുള്ള എൻ്റെ വലിയ വിശ്വാസം അതല്ല. ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ്ഡ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദ റൈറ്റ് ഒബ്ജക്റ്റ്, അതാണ് ഒന്നാമത്തെ പടി. അവിടെ തെറ്റിപ്പോയാൽ തീർന്നു. അവിടെ തെറ്റി മറ്റുള്ളവരും വിശ്വസിച്ചു, എന്തോ അത്ഭുതം വേണ്ടിയപ്പോൾ അവർ വിശ്വസിച്ചു. 2, ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. വലിയ വിശ്വാസത്തിന്റെ പ്രത്യേകത. എങ്ങനെ യേശു കർത്താവിൻ്റെ അടുക്ക വന്നേ? യേശു കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് പറയാ, നീ ഇത്രയും അത്ഭുതങ്ങൾ അവിടെ ചെയ്തില്ലയോ, പിന്നെന്നാ എനിക്കൊന്നും അത്ഭുതം ചെയ്താലേ? അങ്ങനെയാണോ ചോദിച്ചേ? എന്നിട്ട് വന്ന് പറയാ, കർത്താവേ, ഞാൻ ഇന്ന കാര്യങ്ങൾ അർഹിക്കുന്നു എന്ന് നീ അറിയുന്നില്ലയോ? ശതാധിപൻ വന്നിട്ട് ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ ഇന്ന ടൈറ്റിൽ, ഒന്നുമല്ല. വിനയത്തോടുകൂടെ വന്ന് അവനെ നമസ്കരിച്ച് എന്നിട്ട് എന്താ പറഞ്ഞേ? യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നമ്മളെ ഈ ബിയാറ്റിറ്റ്യൂഡ്സ് പഠിച്ചില്ലേ ഗിരിപ്രഭാഷണത്തിൽ? നമ്പർ 1 സ്റ്റെപ്പ് എന്തുവാ? സ്റ്റെപ്പ് നമ്പർ 1, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പുവർ ഇൻ ദ സ്പിരിറ്റ്. ഇതാണ് പുവർ ഇൻ ദ സ്പിരിറ്റ്. എൻ്റെ മിടുക്കും എൻ്റെ സാമർഥ്യവും എൻ്റെ കഴിവും എൻ്റെ ക്രിഡൻഷ്യൽസുമായിട്ടല്ല ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. ഞാൻ പറയുന്ന, കർത്താവേ, ഞാൻ ഒന്നും അർഹിക്കുന്നില്ല, എന്നോട് കരുണ തോന്നണമേ. ഹാവ് മേഴ്സി ഓൺ മീ ഓ ഗോഡ്. എന്നോട് കരുണ തോന്നണമേ, ഞാൻ അർഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫെയ്ത്ത് ആൻഡ് റിപ്പൻറ്റൻസ് ഓൾവേസ് കംസ് ടുഗെദർ. ഇന്ന് ഒരുപാട് വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷെങ്കിൽ അനുതാപ പ്രാർത്ഥനകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുതാപവും കൂടെ എപ്പോഴും ചേർന്ന് പോകണം. കാരണം എന്നാ? അനുതാപത്തിലാണ് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നത്. ഇന്ന് നമ്മളോട് പറയുന്നത്, റിമൈൻഡ് ഗോഡ് ഹൂ യു ആർ. നമ്മൾ ആരാണെന്നുള്ളത് ദൈവത്തിന്റെ വലിയ കരുണയാൽ അവൻ നമ്മളെ മക്കളാക്കി, അവകാശികളാക്കി. ഇതൊക്കെ വലിയ പദവികളാണ്, ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. ബട്ട് യു ഷുഡ് ബി വെരി പുവർ ഇൻ ദ സ്പിരിറ്റ്. കർത്താവേ, ഇതൊന്നും ഞാൻ അർഹിക്കുന്നില്ല, എന്നോട് കരുണ തോന്നണമേ. സോ ദർ ഷുഡ് ബി ഫെയ്ത്ത്, അറ്റ് ദ സെയിം ടൈം ദർ ഷുഡ് ബി റിപ്പൻറ്റൻസ്. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. എന്നാലേ ഹൃദയം ദൈവസന്നിധിയിൽ വിനയത്തോട്ടിരിക്കത്തുള്ളൂ. അതാണ് ഈ ചുങ്കക്കാരനും പരീശനും തമ്മിലുള്ള വ്യത്യാസം. ചുങ്കക്കാരൻ വന്നിട്ട് പരീശൻ വന്നിട്ട് പറയാ, കർത്താവേ, ഇവനെ പോലെ ഞാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എന്നെ നീ തിരഞ്ഞെടുത്തു. ഓ യെസ്, ഭയങ്കര വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയേച്ചു പോയി. ചുങ്കക്കാരൻ വന്ന് മാറത്ത് അടിച്ചേച്ച് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപി, എന്നോട് കരുണ തോന്നണം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ആരാ നീതീകരിക്കപ്പെട്ടത്? ചുങ്കക്കാരൻ. ചുങ്കക്കാരനെ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ കനാന്യ സ്ത്രീ കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവ്, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാനൊന്നും യാതൊരു യോഗ്യതയില്ല, എന്നോട് കരുണ തോന്നണം. ഭർത്തിമായി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. മനസ്സിലായ? ഷീ ആസ്ക്ഡ് ഫോർ മേഴ്സി. മൂന്നാമത് എന്താണ് വലിയ വിശ്വാസം? പേഴ്സിസ്റ്റന്റ്. ആദ്യം കർത്താവ് ഒന്നും മിണ്ടിയില്ലെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഈ സ്ത്രീ അവളുടെ ആവശ്യത്തിന് എന്തോ ഒരു ആവശ്യത്തില്ല, അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ലെന്ന്. മിണ്ടാതിരിക്കുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ്, ഇപ്പൊ നായ്ക്കുട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ഭയങ്കര പ്രയാസം അല്ലേ? നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവിനോട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല, നത്തിങ്. അപ്പോൾ പക്ഷെ യേശു കർത്താവ് എന്തോ അതിലൂടെ ശ്രമിക്കുന്നത് എന്നാണെന്നറിയോ? ഹീസ് ഫെഡപ്പ് വിത്ത് ഷാലോ ഫെയ്ത്ത്. ഈ ഷാലോ ഫെയ്ത്തിൽ ഹീസ് ഫെഡപ്പ്. അപ്പം ആഴമേറിയ വിശ്വാസം ഉണ്ടെങ്കിൽ മതി എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ബട്ട് ഷീ വാസ് പെർസിസ്റ്റന്റ്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എപ്പോഴാണ് അറിയുന്നതറിയോ? പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ സമയത്തെ അറിയത്തുള്ളൂ വിശ്വാസം യഥാർത്ഥമാണോ അല്ലയോ. എന്നാൽ ഇതിനകത്ത് ഇവളുടെ വിശ്വാസം വലിയ വിശ്വാസമാണെന്നും ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞ അല്പവിശ്വാസികൾ എന്നല്ലേ പറഞ്ഞത്? ഓർക്കുന്നോ അത്? ഓ യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. അപ്പൊ എന്തുകൊണ്ടാ സ്വന്തം ശിഷ്യന്മാരെ നോക്കിയിട്ട് അല്പവിശ്വാസികളെന്നും ഈ സ്ത്രീയെ നോക്കിയിട്ട് വലിയ വിശ്വാസം എന്ന് പറയാനുള്ള കാരണം എന്നാ? അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ജീവിച്ചവരാണ്. യഹൂദന്മാരായതുകൊണ്ട് ന്യായപ്രമാണം അവർക്കുള്ളതാ, പ്രവാചകന്മാർ അവരുടേതാ. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് അലച്ചുപോയി. കാരണം എന്നാ? അല്പവിശ്വാസികൾ. ഈ സ്ത്രീക്ക് എന്നാ ഉണ്ട്? ഒന്നുമില്ല. ആലയമില്ല, ന്യായപ്രമാണമില്ല, പ്രവാചകനില്ല,
യേശുവിൻ്റെ കൂടെ നടന്നിട്ടില്ല, യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടില്ല, കുറച്ചേ ഉള്ളായിരുന്നു അല്ലേ? ഷീ ഹാഡ് ലിറ്റിൽ ബട്ട് ഹെർ ഫെയ്ത്ത് വാസ് ഗ്രേറ്റ്. ദ ഡിസൈപ്പിൾസ് ഹാഡ് മച്ച് ബട്ട് ദർ ഫെയ്ത്ത് വാസ് ലിറ്റിൽ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, നല്ല വിശ്വാസിയാണ് കേട്ടോ. അപ്പം ചേച്ചിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല, വലിയ ബൈബിള് വലിയ അറിവൊന്നുമില്ല. അങ്ങനത്തെ ഞാൻ എപ്പോഴും ചേച്ചി എല്ലാ ദിവസവും പഠിപ്പിക്കും. ചേച്ചി അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷെ ചേച്ചിയുടെ വിശ്വാസം ഉണ്ടല്ലോ, വേറെ ലെവൽ വിശ്വാസമാണ്. ഞാൻ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ചേച്ചിയോട് പറയുന്നു പ്രാർത്ഥിക്കാൻ. അതിൻ്റെ കാരണം എന്നറിയോ? അല്പമേ ഉള്ളൂ, അങ്ങനെ അധികം പഠിത്തമൊന്നുമില്ല ചേച്ചിക്ക്. ഷീ ഡസൻ ഹാവ് ടു മച്ച് ഓഫ് അങ്ങനെ ഒരു ചെറിയ ഇലിറ്ററേറ്റ് ആള്. പക്ഷെ ആ അല്പം ലഭിച്ചത് വലിയ വിശ്വാസം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്കെല്ലാം അറിയാം, ഹെർമന്യൂട്ടിക്സ് അറിയാം, ഇന്റർപ്രിട്ടേഷൻ അറിയാം, ഡോക്ട്രിൻസ് അറിയാം, എസ്കറ്റോളജി അറിയാം, സകല പരിപാടി അറിയാം. പക്ഷെ കർത്താവ് ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് പറയും അല്പ വിശ്വാസികളെ. എന്നാൽ കുറച്ച് ലഭിച്ച ചിലരുണ്ട്, അവരുടെ വിശ്വാസം വലുതാ, അവരുടെ വിശ്വാസം വലുതാ. ഞാൻ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പേ എന്നോട് ചേച്ചി ഒന്നിട്ട് പറഞ്ഞു, കഴുത്തെ കത്തി വെക്കത്തില്ല കേട്ടോ, ദൈവം അനുവദിക്കത്തില്ല. അതെങ്ങനാ ഈ ഒന്നും അറിയാത്ത സ്ത്രീക്ക് ഇത്രയും ഉറപ്പ്? അതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ച് അങ്ങ് കയറി തല മുഴുവൻ അങ്ങ് നിറഞ്ഞങ്ങ് എന്തൊക്കെ വേണോ എല്ലാ പരിപാടിയും ഉണ്ട് നമുക്ക്. പക്ഷെങ്കിൽ നമ്മൾ അല്പവിശ്വാസികളായി മാറും. ഷീ വാസ് പെർസിസ്റ്റന്റ്. അപ്പോൾ കർത്താവിനോട് നമ്മൾ പറയേണ്ട 3 കാര്യങ്ങൾ. കർത്താവെ, നിന്നിൽ വിശ്വസിക്കാൻ. സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല, എന്ത് കിട്ടുമെന്നുള്ളതല്ല, എന്ത് പോകുമെന്നുള്ളതല്ല, അങ്ങിൽ വിശ്വസിപ്പാൻ, ദ റൈറ്റ് ഒബ്ജക്റ്റ്. 2, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, താഴ്മയോടെ നിൽപ്പാൻ സഹായിക്കണമേ. 3, വിടാതെ തുടർച്ചയായി പിന്തുടരുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. സേവിങ് ഫെയ്ത്ത് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അവസാനം ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഇതിനകത്ത് അധികം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് 5000 പേരെ പോഷിപ്പിച്ച കാര്യമുണ്ട്. ഇത് 4000 പേരുടെ ഭാഗമാണ്. പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് നിർത്താം. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാക്കുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി അയപ്പാൻ മനസ്സും ഇല്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവരോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാരുടെ വിശ്വാസം കണ്ടോ? ഈ കർത്താവ് ഇതിനു മുമ്പ് അങ്ങോട്ട് 5000 പേരെ അങ്ങോട്ട് പോഷിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ഇത് തന്നെ, ഇതിനാണ് അല്പവിശ്വാസികളെന്ന് പറയുന്നത്. വിശ്വാസി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് തന്നെ ഇല്ലയോ? കർത്താവ് എത്രയോ അത്ഭുതം, എത്രയോ പ്രാവശ്യം ആവർത്തി ചെയ്താലും പിന്നെയും കർത്താവിനെടുക്കുക, അയ്യോ കർത്താവ് ഇനി എന്നാ ചെയ്യും? ഞാൻ ഓർക്ക് ഈ കർത്താവായിട്ടല്ല ഇവരെല്ലാം കൊണ്ട് നടന്നതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. ശിഷ്യന്മാരോട് അവരോട് എന്ന് പറഞ്ഞു. 34-ാമത്തെ വാക്യം, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു. സെയിം ഫോർമുല, 7, കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരുപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തിയായി. ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാർ ആയിരുന്നു. പിന്നെ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മഗദാദേശത്ത് എത്തി. ഇവിടെ നമ്മൾ കാണുന്ന ഈ കാണുന്ന പാഠങ്ങൾ സെയിം, ഇതിനു മുമ്പ് നമ്മൾ 5000 പേരെ പോഷിപ്പിച്ച ആ ഒരു ഭാഗത്ത് സെയിം ലെസൺസ് ആണ്. 1, ജീസസ് കെയർസ് ഫോർ യുവർ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. അല്ലേ? ആത്മീയമായ കാര്യങ്ങളിൽ മാത്രമല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഭാരം. ഒരുപക്ഷെങ്കിൽ ജോലി പ്രമാണിച്ച് പ്രയാസപ്പെടുമ്പോൾ ഗോഡ് ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അല്ലാതെ കർത്താവ് നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് മാത്രമല്ല. നിന്റെ എന്ത് സംഭവിച്ചോട്ടെ, നിന്റെ ജോലി എന്ത് സംഭവിച്ചോട്ടെ, നിനക്ക് ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിന്റെ ബാങ്കിൽ പണമില്ലെങ്കിലും അങ്ങനെയൊന്നും കർത്താവ് പറയുന്നില്ല. കർത്താവ് പറയുന്നത് നിനക്ക് വിശപ്പുണ്ടെങ്കിൽ അതും ഇറ്റ് ബോദേഴ്സ് മീ. അല്ലേ? അതല്ലേ ഈ ശിഷ്യന്മാരെ കാണുമ്പോൾ ആദ്യം ചോദിക്കും, നിങ്ങൾ കഴിച്ചോന്ന്? മക്കളെ നിങ്ങൾ വല്ലതും കഴിച്ചോ? കർത്താവിന്റെ കരുണ ഈസ് ഹോളിസ്റ്റിക്. അല്ലേ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കർത്താവിനെ അത് ഇറ്റ് ബോദേഴ്സ് ഹിം. അപ്പോൾ ഗോഡ് ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ നോട്ട് ജസ്റ്റ് ദ സ്പിരിച്വൽ, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിസിക്കൽ.
നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നമ്മുടെ ഭാരങ്ങളെക്കുറിച്ചും, നമ്മുടെ ജോലിയെക്കുറിച്ചും, നമ്മുടെ മക്കളെക്കുറിച്ചും, നമ്മുടെ സമ്പത്തിനെക്കുറിച്ചും, നമ്മുടെ വീടിനെക്കുറിച്ചും, ഗോഡ് ഇസ് ബോതേർഡ് അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ട്, യേശു ഒരുപാട് കരുണയുള്ളവനാ. ഈ ശിഷ്യന്മാരുടെ മനസ്സിലൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ? എടാ, ഇവർക്ക് വിശക്കുന്നു, പോകുന്ന വഴിക്ക് അവർ തളർന്നു പോയേക്കും. ഇവർക്ക് യാതൊരു കമ്പാഷനും ഇല്ല. പക്ഷെങ്കിൽ യേശു കർത്താവിന്റെ മനസ്സ് പോകുന്നത് കണ്ടോ? ഇവരെ ഇപ്പൊ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. രോഗിയെ കണ്ടു കഴിഞ്ഞപ്പോൾ കമ്പാഷൻ, ഭൂതഗ്രസ്തനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് വലിയ മനസ്സലിവ്. ഇവിടെ നമ്മൾ രണ്ടാമത് കാണുന്നത് ഭയങ്കര മനസ്സലിവുള്ള ദൈവം. കർത്താവിന്റെ ശുശ്രൂഷ എല്ലാം തുടങ്ങിയത് എവിടാ? മനസ്സലിവ്. അതുകൊണ്ട് നമ്മളും കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ, കർത്താവെ മനസ്സലിവുള്ള ഒരു ഹൃദയം തരണമേ. അല്ലേ? ആളുകളെ കാണുമ്പോൾ അവരുടെ വേദനകളെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു മനസ്സലിവ്, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്ന്, നമ്മൾ മുമ്പ് കണ്ടതുപോലെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ ഇത് തീർച്ചയായിട്ടും പെരുകുന്ന താലന്താണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 5 അപ്പവും 2 മീനും എത്ര പേരെ പോഷിപ്പിച്ചു? 5000 പേരെയെങ്കിലും, 5000 പുരുഷന്മാരെ, അതിലൊക്കെ കൂടുതൽ. ഈ പ്രാവശ്യം 7 ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ ആള് കുറവാ, 4000 ഉള്ളൂ. പക്ഷെ ഉള്ളത് മുഴുവൻ കർത്താവിന്റെ കൈ കൊടുക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവിടുത്തെ കീ എന്നാണെന്നറിയോ? ഈ വരുന്നതിന്റെ കണക്കനുസരിച്ചല്ല കൊടുക്കുന്നത്, ഉള്ളത് മുഴുവൻ കർത്താവിന്റെ കൈ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ കീ. കഴിഞ്ഞ പ്രാവശ്യം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചു. ഈ പ്രാവശ്യം 7 അപ്പം ഉണ്ട്, എന്നാൽ പിന്നെ 4 എണ്ണം കൊടുത്താൽ മതിയായിരിക്കും അല്ലേ? അങ്ങനല്ല. ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഇറ്റ് ഇസ് കംപ്ലീറ്റ് സബ്മിഷൻ. കയ്യിലുള്ളത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും കർത്താവിന്റെ കയ്യിൽ മുഴുവൻ ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്ന കാര്യം. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, നോ പ്രോബ്ലം, മുഴുവൻ കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടോ? കുഴപ്പമില്ല, മുഴുവൻ കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. അപ്പൊ ഇത് വലിയൊരു പാഠമാണ് നമുക്ക്. whatever it is, little is much if God is in it. അവസാനം കർത്താവ് അനുഗ്രഹിക്കുമ്പോഴേ അവൻ അമർത്തിക്കുലിക്ക് അനുഗ്രഹിക്കുന്നവന്. തുല്യാസൂക്ഷമല്ല, അമർത്തിക്കുലിക്ക്, ആവശ്യത്തിൽ കൂടുതൽ. ഗോഡ്സ് പ്രൊവിഷൻ ഇസ് നോട്ട് ജസ്റ്റ് ഇനഫ് ബട്ട് ഓവർഫ്ലോയിങ്. ഞാനേ ഈ തീരുമാനങ്ങൾ എടുത്ത് എൻ്റെ ജോലി വിട്ടില്ല എങ്കിലും ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോഴേ, അപ്പോൾ എൻ്റെ കരിയർ അതോടെ ഞാൻ പൂട്ടണമെന്നുള്ളത് എനിക്കറിയായിരുന്നു. കാരണം തിരുവല്ല വന്ന് ഹൗ മച്ച് കെൻ യു ഗ്രോ ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി, അതിൻ്റെ ആയിട്ടുള്ള, എന്നാലും അവരെനിക്ക് അനുവാദം തന്നു ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ. അപ്പോൾ രാജസ്ഥാനിൽ മിഷണറി ആയപ്പോൾ ഒരു സ്കൂൾ നടത്തുന്ന ഒരു അങ്കിളുണ്ട്. അങ്കിള് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ഞാൻ പറയാം, അയ്യോ ഇനി എന്ത് കിട്ടും, അയ്യോ എങ്ങനെ ജീവിക്കും എന്ന് നീ ഭാരപ്പെടരുത്. നിനക്കുള്ളതും നിനക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളതും കർത്താവ് നിനക്ക് തരും. എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അയ്യോ ഇതെങ്ങനെ നടക്കും, അതെങ്ങനെ നടക്കും, നീ ചിന്തിക്കുപോലും വേണ്ട. നിനക്കാവശ്യമായിട്ടുള്ളതും നിന്റെ ചുറ്റും ആവശ്യക്കാർക്ക് കൊടുക്കാൻ തക്ക വിധത്തിലും ദൈവം നിനക്ക് തരും. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 6 വർഷം തിരിഞ്ഞു നോക്കിയാൽ അത് തന്നെയാ സംഭവിച്ചത്. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റിയെന്ന് മാത്രമല്ല, അനേകർക്ക് കർത്താവിന്റെ കൃപയാൽ നമുക്ക് കൊടുക്കാനും ദൈവം തരും. അപ്പൊ ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുത്താൽ അയ്യോ അതോടെ എല്ലാം തീരുന്ന പരിപാടിയൊന്നുമല്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്കും എല്ലാം നമുക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ തീരും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആ ചെറുബാലൻ അവന്റെ ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ അവന് ഹാപ്പി ആയേനെ, അവന് തൃപ്തി വന്നേനെ. 5000 പേര് തൃപ്തിപ്പെടുന്നത് കാണുവാനുള്ള ഭാഗ്യം അവന് കിട്ടത്തില്ല, അല്ലേ? എൻ്റെ ചിന്ത എന്നറിയാം, അവൻ ഇനിയും കഴിച്ചില്ലെങ്കിലും അവൻ ആ കാഴ്ച കണ്ട് അവന്റെ വയർ നിറഞ്ഞു കാണുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അല്ലേ? യോ എൻ്റെ ഈ ലഞ്ച് ബോക്സ് കൊണ്ട് 5000 പേർക്ക് വിളമ്പുന്നു, ആ കാഴ്ച മതി അവന്റെ മനസ്സും വയറും നിറയാൻ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന പാഠങ്ങൾ. എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം കേട്ടോ. ശോധന ചെയ്തിട്ട് എൻ്റെ വിശ്വാസം എവിടാ? ഇസ് ഇറ്റ് ഇൻ ദ റൈറ്റ് ഓബ്ജക്റ്റ്? ഇസ് ഇറ്റ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്? ആൻഡ് ഡു ഐ ഹാവ് പെർസിസ്റ്റന്റ് ഫെയ്ത്ത്? എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ മാറുമ്പോഴും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ? കർത്താവിനോട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും കൊണ്ടൊന്നുമല്ല, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു തീർന്നു. കപടഭക്തിക്കാരായ പാരമ്പര്യക്കാരായവര് മിസ് ചെയ്തു പോയ അനുഗ്രഹം, ഒരു കനാന്യ സ്ത്രീ ബാക്കിൽ കൂടെ വന്ന്, അല്ലെ, നമ്മൾ ഈ ബാക്ക് ഡോർ എൻട്രി എന്നൊക്കെ പറയുന്നത്, ബാക്കിൽ കൂടെ വന്ന് അനുഗ്രഹം എടുത്തുകൊണ്ട് അവള്
അവള് പോയി. നമ്മൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം മിസ്സായി പോകരുത് പ്രിയമുള്ളവരെ. നമ്മുടെ കപടഭക്തി കാരണവും നമ്മുടെ പാരമ്പര്യങ്ങളും കാരണങ്ങളും ദൈവവചനത്തെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. ഹാവ് യുവർ ഫെയ്ത്ത് ഇൻ ദ റൈറ്റ് ഒബ്ജക്റ്റ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ നമുക്ക് വേണ്ട. ക്രിസ്തുവിന്റെ വചനമായിരിക്കട്ടെ. നാം അതിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിയുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങ് എത്ര കരുണയുള്ളവനാണെന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഭൗമികമായ ആവശ്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപാട് കരുതലുള്ളവനാണ് അങ്ങ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും അല്പമായിത്തീരുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടും പിന്നെയും അങ്ങേ സംശയിക്കുന്ന, ഭാരപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. കുറച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മുറുകെ പിടിക്കുവാൻ, അങ്ങിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ് ആ മോഡിലേക്ക് പോകാനല്ല, കർത്താവിൻ്റെ വാക്കുകളെ മുറുകെ പിടിച്ച് കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസവും വലുതാകട്ടെ കർത്താവെ. അതിനുവേണ്ടി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനം അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അങ്ങയുടെ ഹിതമെങ്കിൽ നിൽക്കുവാൻ, കർത്താവെ, കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.